AI doctor, AI teacher, AI engineer, AI accountant. ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മുന്നും ശേഷവും എന്ന രീതിയിൽ AI അറിയുന്നവരും അറിയാത്തവരും എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ഭാവിയിലെ പ്രൊഫഷണൽ ടൈറ്റിൽസ് ഒക്കെ ഇനി. കാരണം എല്ലാ മേഖലയിലും AIയുടെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞു. അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രത്യേകിച്ചും. അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കൊരു ഐ ഓപ്പണർ ആയിരിക്കും. വെൽക്കം ബാക്ക് ടു എൻട്രി കൊമേഴ്സ്, യുവർ പെർഫെക്റ്റ് എൻട്രി ടു എ ഗ്ലോബൽ കരിയർ. എനിക്ക് പകരം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ അല്ല, എനിക്കൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയാണ് വേണ്ടത്. വിനീത് ശ്രീനിവാസന്റെ ഒരു സിനിമയിലെ ഡയലോഗാണിത്. ഇന്നത്തെ AI കോണ്ടെക്സ്റ്റിൽ ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലോഗാണിത്. നമുക്ക് പകരം നിന്ന് ജോലി ചെയ്യുന്ന ആളാണോ ശരിക്കും AI? അല്ല, നമുക്കൊപ്പം നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിലെ സാധ്യതകളാണ് ഇനി അങ്ങോട്ട് ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അക്കൗണ്ടിംഗ് മേഖലയുമായി കണക്ട് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. AI അധിഷ്ഠിതമായ ടൂളുകളും കാര്യങ്ങളും അറിയില്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഫിനാൻസ് മേഖലയിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫീൽഡ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കേട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം AI അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആള് ഒരു കോഡിംഗ് സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു റോബോട്ടിക്സ് പഠിച്ചിരിക്കുന്ന ആളോ ഒന്നും അല്ല. നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രിക്സും ടൂൾസും അറിയാവുന്ന ഒരു സാധാരണ അക്കൗണ്ടന്റ് തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു GST ഫയലിംഗ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾക്ക് AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. AI യുഗത്തിൽ അക്കൗണ്ടൻസിന്റെ സാധ്യതകൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മേഖലയിലുള്ള ചില പ്രശ്നങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ലൈക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളാണ് നമുക്കുള്ളത്. അത് ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും ഇത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ നോളജ് ബേസ് ഉള്ള ഒരു സ്റ്റാഫിനെ അക്കൗണ്ടിംഗ് ഫേമുകൾക്ക് കിട്ടുക എന്നൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ജോലിക്കുള്ള ഡിമാൻഡ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെറുതും വലുതുമായ ഒരുപാട് കമ്പനികളാണ് ഡെയിലി രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒക്കെ അക്കൗണ്ടിങ് ചെയ്ത് കൊടുക്കാനായിട്ട് കൃത്യമായി സ്റ്റാഫ്സ് വേണം. അതുകൊണ്ട് തന്നെ AI സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു അക്കൗണ്ടിന് വരിക എന്ന് പറഞ്ഞാൽ ആൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഗ്രോത്ത് അത്രയും വലുതാണ്. ഈ മൂന്ന് പ്രശ്നങ്ങളെയും വളരെ നൈസായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് AI എന്ന് പറയുന്നത്. മാറി വരുന്ന ടാക്സ് നിയമങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിനെ ഒരു റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ഒരു അപ്പീൽ ഫ്രെയിം ചെയ്യാനും ഒരു കമ്പ്യൂട്ടേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഒരു ട്രയൽ ബാലൻസിൽ നിന്നും സെക്കൻഡുകൾ കൊണ്ട് ആവശ്യമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എത്ര കഴിവുള്ള അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയാലും ഒരു GST നോട്ടീസിന് കൃത്യമായി റിപ്ലൈ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് പല റെഫറൻസുകളും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെയൊക്കെ സെക്കൻഡുകൾ കൊണ്ട് AI നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കാര്യങ്ങൾ ഇതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പോൾ അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ലെന്നേ. ഒന്ന് മനസ്സ് വെച്ചാൽ കുറെയൊക്കെ നമുക്ക് തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടിയാൽ പിന്നെ നീന്തൽ പഠിക്കാനാണോ ബുദ്ധിമുട്ട്? അല്ലേ? Just kickstart it and then you will be on the right track.